വയലിൻ വേണ്ടവിധം വായിക്കാൻ പറഞ്ഞിട്ട് നിരന്തരം തെറ്റിക്കുകയും ഈ വിദ്യാർത്ഥിയെ എനിക്കിനി പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് അധ്യാപിക പറഞ്ഞിടത്തു നിന്നാണ് ബീഥോവൻ എന്ന വിശ്വവിഖ്യാത സംഗീതജ്ഞൻ പിറവിയെടുത്തത്. 4-ാം വയസ്സുവരെ വർത്തമാനം പറയാത്ത, 7-ാം വയസ്സുവരെ വായിക്കാൻ അറിയാത്ത, അധ്യാപകർ പൊട്ടനെന്ന് മുദ്രകുത്തിയ വിദ്യാർത്ഥിയാണ് പിൽക്കാലത്ത് വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനായി മാറിയത്. മുന്നിൽ തരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ചിലർ നെടുവീർപ്പിട്ട് പിന്മാറുന്നു. പിന്തിരിഞ്ഞോടുന്നത് പരാജയം അംഗീകരിക്കലാണെന്ന് മനസ്സിലാക്കുന്നവർ മുന്നോട്ട് പോകാനുള്ള ശക്തി സംഭരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റുമ്പോൾ കാണുന്ന പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ. പലപ്പോഴും ലക്ഷ്യത്തെ കൈവിടുമ്പോൾ സാഹചര്യങ്ങളെ കുറ്റം പറയുന്നു. എന്തു പഠിക്കണമെന്ന അചഞ്ചലമായ ലക്ഷ്യത്തോടെ മുന്നേറുന്ന വിദ്യാർത്ഥിക്ക് മുമ്പിൽ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള മാർഗം മാത്രമാണ് തെളിയുന്നത്. മനസ്സിൽ ലക്ഷ്യമുറപ്പിച്ച് അചഞ്ചലമായ മനസ്സോടെ മുന്നോട്ട് നീങ്ങിയ റിച്ചാർഡ് ഹൂക്കർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട ഹെയ്സ്റ്റർ റിച്ചാർഡ് ഹോംബർഗറുടെ ജീവിതകഥ ആത്മവിശ്വാസം കൈവിടാതെ അധ്വാനിക്കുന്നവർ വിജയം കൊയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ആക്ഷേപഹാസ്യത്തിന് പുതിയ മാനം നൽകിയ റിച്ചാർഡ് ഹൂക്കറുടെ മാഷ് എന്ന നോവൽ പ്രസിദ്ധീകരണത്തിന് പ്രസാധകരെ തേടി അലഞ്ഞു. 1 അല്ല 21 പ്രസാധകരാണ് നോവൽ പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ചത്. ഒടുവിൽ മൊറെ എന്ന പ്രസിദ്ധീകരണശാല ഒരു പരീക്ഷണത്തിനെന്ന പോലെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ദശലക്ഷക്കണക്കിന് വായനക്കാരെ ആകർഷിച്ച ഈ നോവൽ TV സീരിയലായും ആ കഥ കേന്ദ്രബിന്ദുവാക്കി 1970-ൽ റോബർട്ട് ആൾട്ട്മാൻ സംവിധാനം ചെയ്ത ഫീച്ചർ ഫിലിം മൊബൈൽ ആർമി സർജിക്കൽ ഹോസ്പിറ്റൽ എന്നതിന്റെ ചുരുക്കപ്പേരായ മാഷ് എന്ന ചലച്ചിത്രം 5ഓളം ഓസ്കാർ നോമിനേഷനുകൾ നേടിയത് അത്ഭുതമാണ്. ആത്മവിശ്വാസം കൈവിടാതെ അധ്വാനിക്കുന്നവർ വിജയിക്കുന്നു. വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ച് കരുത്ത് നേടി മുന്നോട്ട് നീങ്ങിയവർ തന്നെയാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമായി നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കാലിടറി വീണു. പിന്നെയും ധാരാളം വീഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. ആദ്യമായി എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുട്ടി എന്തുമാത്രം ആഹ്ലാദഭരിതനാകുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു തവണ വിജയിച്ചിട്ടുണ്ടെങ്കിൽ 100 തവണ പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഒരു ശരിയിലേക്ക് എത്താൻ 1000 തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അവസാനത്തെ ശരി കാണാനും അഭിനന്ദിക്കാനും ഒത്തിരി പേരുണ്ടാകും. എന്നാൽ ആരും അറിയാതെ മുമ്പ് നീന്തിക്കയറിയ പരാജയത്തിന്റെ സങ്കടക്കടലുകൾ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. എത്തിയ ഉയരത്തിൽ തുടരണമെങ്കിൽ നിരന്തരമായ പരിശ്രമവും ഇച്ഛാശക്തിയും വേണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.